ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാഷാൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വൊളാറ്റിലിറ്റി തന്നെയാണ്. ഒരുപക്ഷെ നിഫ്റ്റി 23,000 ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴേക്ക് പോയേക്കാം. അതുപോലെ തന്നെ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ S&P 500 ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിന് താഴെയാണ്. ഡൗ ജോൺസ് 130 പോയിന്റ് ബെറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ നാസ്ഡാക്ക് 252 പോയിന്റ് ബെറ്റർ ആയിരുന്നു. റസൽ 2000 15 പോയിന്റ് താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 15.10 ഇന്നലെ S&P 500 വിക്സ് രേഖപ്പെടുത്തിയിട്ടത്. മിനിഞ്ഞാന്നത് 15.06 ആയിരുന്നു. ഒരു കൺസോൾട്ടേഷൻ മോഡിനെയാണ് അമേരിക്കയിൽ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റാർഗേറ്റ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ടെക്നോളജി സ്റ്റോക്കുകളാണ് ഇന്നലെ മുന്നേറിയിട്ടുള്ളത്. എൻവിഡിയ വീണ്ടും മുന്നേറിയിരിക്കുകയാണ്. എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.6 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ആപ്പിൾ വളരെ താഴെയാണ്. അപ്പോൾ ഗ്ലോബലി ഏറ്റവും വാല്യുബിൾ കമ്പനി ആയിട്ട് വീണ്ടും എൻവിഡിയ മാറിയിരിക്കുകയാണ്. എൻവിഡിയയോടൊപ്പം മൈക്രോസോഫ്റ്റ് മുന്നേറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ARM ഹോൾഡിങ്സ് മുന്നേറിയിട്ടുണ്ട്. സ്റ്റാർഗേറ്റ് പദ്ധതിയിലുള്ള ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്നലെ മുന്നേറിയിട്ടുണ്ട്. അതേസമയം എലോൺ മസ്ക് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് സ്റ്റാർഗേറ്റിൻ്റെ ലീഡർഷിപ്പിലുള്ള ഓപ്പൺ എഐനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ട്രംപിൻ്റെ ഡിസിഷന് നേരെ ഓപ്പോസിറ്റാണ് എലോൺ മസ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ സ്റ്റാർഗേറ്റ് പദ്ധതി എത്രത്തോളം വിജയകരമായി മുന്നോട്ട് പോകുന്നുള്ള കാര്യം അമേരിക്കയിലത്തെ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ അലയൻസിലുള്ള എല്ലാ കമ്പനികളും വളരെ സ്ട്രോങ്ങും വളരെ ടെക്നോളജിക്കലി വളരെ മുന്നിട്ട് നിൽക്കുന്ന കമ്പനികളാണ്. അതേസമയം വീണ്ടും പല അലയൻസുകളും ആമസോൺ പോലുള്ള കമ്പനികളൊക്കെ ഇതിന് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പല അലയൻസുകളൊക്കെ വന്നേക്കാം. പൊതുവെ AI രംഗത്തൊരു കോമ്പറ്റീഷൻ കടുക്കാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രംഗത്ത് മുന്നേറുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളിൽ ഒരു മുന്നേറ്റം കാണാനായിട്ട് സാധിക്കും. ഇന്ന് അമേരിക്കയിലെ US ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ നാളെയാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നുള്ളൊരു കാര്യമാണ്. ജാപ്പനീസ് മാർക്കറ്റുകൾ 2 ദിവസമായിട്ട് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നും ബെറ്റർ തന്നെയാണ്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ചൈനീസ് മാർക്കറ്റുകൾ താഴെയായിരുന്നു. ചൈനയിൽ റൂളുകളെല്ലാം, അതായത് പബ്ലിക് സെക്ടർ കമ്പനികളുടെ റൂളുകളെല്ലാം ഡൈല്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കമ്പനികൾ അലോ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അപ്പോൾ ചൈനീസ് ഗവൺമെൻറ് തീർച്ചയായിട്ടും ക്യാപിറ്റൽ മാർക്കറ്റ് റിവൈവ് ചെയ്യാനുള്ള ഒരു മെഷേഴ്സൊക്കെയാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈനീസ് മാർക്കറ്റുകൾക്ക് പൊതുവെ ഫർദർ വലിയ രീതിയിലുള്ള ഫാൾ ഉണ്ടാവില്ല എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയും ചൈനയും തമ്മിൽ താരിഫ് റിലേറ്റഡ് ഇഷ്യൂസിലെല്ലാം ഒരു സമവായത്തിലെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൈനീസ് മാർക്കറ്റുകൾ കറണ്ട് ലെവലിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ വന്നിട്ടുള്ള റിസൾട്ടുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാ റിസൾട്ടുകളും ഡിസപ്പോയിൻറ്റിംഗ് ആണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒന്ന് കണ്ടേക്കാം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ അവരുടെ ഐസ്ക്രീം ഡിവിഷൻ ക്വാളിറ്റി ഐസ്ക്രീംസ് ഡീമർജ് ചെയ്യാണ്. റേഷ്യോ 1:1 ആണ്. 100 ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് 100 ക്വാളിറ്റി ഐസ്ക്രീം ലിമിറ്റഡിൻ്റെ ഷെയർ ഫ്രീ ആയിട്ട് കിട്ടും. ഇത് ലിസ്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് കൂടുതൽ വിസ്കി, അതുപോലെ തന്നെ സ്റ്റീല്, ഓയിൽ, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസൊക്കെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഡിസിഷൻ മോഡി ഗവൺമെൻറ് എടുക്കുന്നതാണ് പറയുന്നത്. കാരണം അമേരിക്കയായിട്ട് താരിഫ് റിലേറ്റഡ് ഇഷ്യൂസ് ഇല്ലാതിരിക്കാനാണ്. അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് രംഗത്ത്, ഡയറി രംഗത്തൊക്കെ ധാരാളം ഇമ്പോർട്ട് കൂടുമെന്നാണ് പറയുന്നത്. ഇത് പൊതുവെ ഒരു അസസ്മെൻറ്റിന് വേണ്ടി നിങ്ങൾക്ക് തന്നിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ധാരാളം റിസൾട്ടുകൾ വരുന്നുണ്ട്. അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുണ്ട്, അതുപോലെ തന്നെ തേജസ് നെറ്റ്വർക്കുകൾ, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെയുണ്ട്. പക്ഷേ എന്നിരുന്നാലും മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഇന്നത്തെ സിറ്റുവേഷനിലും മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ ബഡ്ജറ്റ് വരെ നല്ല വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. ഗ്ലോബൽ മാർക്കറ്റുകൾ വീണ്ടും താഴെ പോവുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവാം. നിഫ്റ്റി 22,800 22,500 വരെയൊക്കെ ഇമ്മീഡിയറ്റ് ഒരു വലിയ സെൽ ഓഫ് വരികയാണെങ്കിൽ റീച്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മളെ സംബന്ധിച്ച് ഇനി യൂണിയൻ ബഡ്ജറ്റാണ് മേജർ ഇവൻ്റ് ആയിട്ട് വരുന്നത്. വലിയ രീതിയിലുള്ള പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകൾ യൂണിയൻ ബഡ്ജറ്റിലുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിന് കിട്ടിയേക്കാം. അല്ലാത്ത പക്ഷം വളരെ
വളരെ കോഷ്യസ് ആയിരിക്കും മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.